ഇന്ന് പകൽ നമ്മൾ കർത്താവിനോട് പറയാ, കർത്താവേ നീ പരിശുദ്ധനാണ്, നീ ആരാധനയ്ക്ക് യോഗ്യനാണ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുകയാണ്. നമ്മളായിരിക്കുന്ന മണ്ഡലങ്ങളോട്, നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളോട് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്, യോഗ്യൻ നീ മാത്രമാണ് പിതാവേ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആരാധന പല ഇടങ്ങളിലേക്കും പല സ്ഥലങ്ങളിലേക്കുമെല്ലാം ദൈവത്തെക്കാൾ ഉപരിയായി, അല്ലെങ്കിൽ ദൈവ സാന്നിധ്യത്തെക്കാൾ ഉപരിയായി മറ്റു പലതിലേക്കും നമ്മൾ മാറിപ്പോകും. എന്നാൽ ദൈവസന്നിധിയിൽ നമ്മൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രഖ്യാപിക്കുകയാണ്, നീ പരിശുദ്ധനാണ്, നീ ആരാധനയ്ക്ക് യോഗ്യനാണ്, നീ മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ. അങ്ങനെ നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ അന്തരീക്ഷങ്ങൾ മാറാൻ തുടങ്ങും. ആമേൻ. അന്തരീക്ഷം മാറാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇന്ന് നിന്നെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഏത് ശക്തിയാണോ, ഏത് അധീനതയിൻ കീഴിലാണോ നമ്മൾ ആയിരിക്കുന്നത്, അവിടെ നിന്നുകൊണ്ട് നമ്മൾ പറയാൻ തുടങ്ങുകയാണ്, കർത്താവേ നീയാണ് ആരാധനയ്ക്ക് യോഗ്യൻ, നീ പരിശുദ്ധനാണെന്ന് പറയുമ്പോൾ അന്തരീക്ഷം മാറാൻ തുടങ്ങും. അന്തരീക്ഷം മാറാൻ തുടങ്ങും. അസമാധാനം മാറാൻ തുടങ്ങും. ദാരിദ്ര്യം മാറാൻ തുടങ്ങും. കരങ്ങളെല്ലാം ഉയർത്തി ഒരിക്കൽ കൂടെ ഒന്ന് പ്രഖ്യാപിച്ചാട്ടെ, യേശുവാണ് എൻ്റെ കർത്താവ്.